ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ പാരലൽ. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ക്രാഫ്റ്റ്മാൻ്റെ വേറൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നേരത്തെ പാട്ടിലാണെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് വീടൊക്കെ ഉണ്ടാക്കി ഗോലമായിട്ട് ഫൈറ്റൊക്കെ ഇട്ട് അവസാനം കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ഡയമണ്ട് മണിന് പോകുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും, ഞാനാണെങ്കിൽ കണ്ടിപ്പോൾ ഇതിലാണ് നിൽക്കുന്നത്, അയൺ ആർമറിലാണ്. നേരത്തെ നമ്മുടെ ഒരു ലെതർ ആർമർ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അതിന് അയൺ ആർമറിലോട്ട് എന്ന് വെച്ചാൽ ഞാൻ ഓഫ് ക്യാമിൽ നിന്ന് കുറേ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് നമ്മളങ്ങനെ ഫൈനലി നമ്മൾ അയൺ ആർമർ ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ അയൺ ഇവിടെ വേറെ ഇരിപ്പുണ്ട്. ഞാൻ 7 ദിവസമൊക്കെ കളിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഇതേണ്ട ഇത്ര അയൺ ഇങ്കട്ടും പിന്നെ ഇത്ര അയണും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. ഇതും കൂടെ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു സ്റ്റേക്കായി. പിന്നെ ഇതൊക്കെ കിട്ടുന്ന ഇവിടെ ഒരു വാണ്ടറിങ് ട്രേഡർ വന്നായിരുന്നു. അവൻ്റെ കയ്യിൽ നിന്ന് ഞാനാണെങ്കിൽ പോയി എൻ്റെ എമറാൾഡ് 15 ഇരിപ്പുണ്ട്. കുറേ എമറാൾഡ് ഇരിപ്പുണ്ടായിരുന്നു വില്ലേജിൽ കയറിയിട്ട്. അതൊക്കെ വിറ്റിട്ട് ഇതൊക്കെ അവൻ്റെ കയ്യിൽ നിന്നുള്ള ഫുള്ള് സാധനം പിടിച്ചിട്ട് അവനെ നമ്മൾ എന്തോന്ന് അവൻ്റെ കയ്യിലുള്ള ഒരു സാധനം പോലും ഇല്ല. അവനെ നമ്മൾ വെറുതെ വിട്ടു നമ്മൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ഡയമണ്ട് മൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡയമണ്ട് ഇതാകണം, ഡയമണ്ട് ആർമർ ആകണം. അപ്പോൾ വീട്ടിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നമ്മൾ ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മൾ റോഡ് ടു 50 സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു കൊടുത്തേക്കും. അപ്പോൾ നമുക്ക് നേരെ മൈനിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കാണെങ്കിൽ ഇവിടുന്ന് സ്റ്റാക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഒരു ടോർച്ച് എടുക്കുന്ന ഫുഡെല്ലാം എടുത്ത് നോക്കും. നേരെ പോകാം. ഞാൻ എന്തായാലും പോകുമ്പോൾ കേവ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നേരത്തെ ഇവിടെ ഒരു കേവ് ഉണ്ടായിരുന്നു. ആ കേവ് ആയിട്ട് പോയിട്ടാണ് ഞാനൊരു ഇതൊക്കെ അയൺ ആർമർ ആയത്. ഞാനിവിടെ വലിയൊരു കേവ് ഉണ്ട്, റിവീനും നല്ല വലിയ കേവാണ്. വേണ്ട ഇങ്ങനെ ഒരു വെളിയിൽ നിന്ന് കണ്ടിട്ട് നോക്കണ്ട, വെളിയിൽ കണ്ടിട്ട് നോക്കണ്ട, അകത്തോട്ട് ഇനി ഉണ്ട്. വേണ്ട ഇത്ര കണ്ട് നോക്കി ഞാനിങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളാണെങ്കിൽ ഞാൻ കുറച്ച് ഗ്രൈൻഡ് ചെയ്തൊക്കെ കാണിച്ചു തരാം കേട്ടോ. അത് ഭയങ്കര ലെങ്ത് കിട്ടും, ഒടുക്കത്തെ വലിയ ഓക്കെ ഗൈസ്. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ കുറേ ഗ്രൈൻഡ് ചെയ്ത് നമ്മളാണ്ട് ഇപ്പോൾ അവിടുന്ന് നമ്മൾ ഇവിടം വരെ വന്ന് നല്ലൊരു വലിയ കേവിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ സ്കെൽട്ടൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. ഞാൻ പിന്നെ ഈ ടോർച്ചൊക്കെ പോകുന്നപ്പോൾ ഞാൻ പിന്നെയും പോയി കുറേ ടോർച്ചൊക്കെ എടുത്തോണ്ട് ഞാൻ ഇങ്ങോട്ട് കുറേ കുഴിച്ച് പോയായിരുന്നു. ഇടയ്ക്ക് വെച്ച് കുറേ മൈൻഡ് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ ഉള്ള പിക്കാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. കുറേ പിക്കാക്സ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടാണ് ഓർത്തത്. പിന്നെ അതിലെ ക്യാമറ ഓഫ് ആക്കിയിട്ട് നമ്മൾ പിന്നെയും പോയി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിക്കാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് ഡയമണ്ട് ഒക്കെ കണ്ടു. അങ്ങനെ പൊട്ടിക്കെടുക്കാൻ വന്നതാണ്. ഇനി ഇവിടെ പൂക്കം വേണമല്ലോ, വെയിറ്റ് ചെയ്യും. ഞാനാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും. വേറെ കാര്യം യെസ് ഗൈസ്, നമ്മുടെ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടുണ്ട് ചത്തിട്ടുണ്ട്. അമ്മേ എടാ അടിക്കാവോ, പോ വാ നീ ഞാൻ വരാം. അപ്പോൾ എന്തോ പെട്ടെന്ന് ഒട്ടിയെന്ന് വെച്ചാൽ എൻ്റെ ക്യാമറ അതൊന്ന് ഓഫായി പോയി. സോറി, അതൊന്ന് ക്ഷമിക്കുക. അപ്പം നമ്മളാണെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഒരു പ്രാവശ്യം ചെറുതായിട്ടൊന്ന് ചത്തു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ചത്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചത്തുപോയി. അപ്പോൾ എൻ്റെ ലെവലൊക്കെ അങ്ങ് പോയത്. പിന്നെ ഞാൻ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ചുകൂടെ വന്നപ്പോൾ ഒരു സോംബിനെ കണ്ടായിരുന്നു. അവനെ സോംബിനെ വേറൊരു സോംബിനെ കണ്ടായിരുന്നു. അവനെ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇപ്പം വേറെ ക്രീപ്പറൊക്കെ വന്ന് എനിക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചത്തു പോയി. നിങ്ങൾ മണ്ടയ്ക്ക് നിങ്ങളെ കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ കുറേ ലെങ്ത് ചെയ്ത് കുറേ ഉണ്ട്. ഇതുകൊണ്ട് അടുത്ത വരുന്നുണ്ട്. ഞാൻ ഇതിനെയും കൂടെ കൊന്നു കണ്ടു. എന്താ വരുന്നില്ലേ? കണ്ടോ എല്ലാത്തിനും ഗുണാക്കേ കാണു കൊന്നു കേട്ടോ ഗൈസ്. ഗുണാക്കേ കാണു. എന്തായാലും നിങ്ങൾ അവിടെ വരെ കിട്ടുമോ കാണിച്ചു തരാവേ ഗൈസ്. കാര്യം ഗൈസ് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാനാണെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ കൈയുടെ കുഴപ്പം. നിങ്ങൾ ഈ വീഡിയോ എന്തായാലും കുറച്ച് ഇതായിരിക്കും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ വീഡിയോ എന്തായാലും കുറച്ച് ഇതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഡയമണ്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടോന്ന് അറിയത്തില്ല. എന്തായാലും
ഗൈസ് നമ്മളാണെങ്കിൽ ഫൈനലി നമ്മൾ ഡയമണ്ട് ആർമർ ആയിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് സ്റ്റോപ്പ് ആയി പോകുന്നുണ്ട്, എന്താന്ന് എനിക്ക് അറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് എന്റെ കൈ തട്ടി സ്റ്റോപ്പ് ആയി പോകുന്നുണ്ട്. ക്ഷമിക്കണം കേട്ടോ, ഞാൻ സോറി പറയുന്നതിന് വേണ്ടി. ആ ആ ഒരു കാര്യത്തിന് ഞാൻ സോറി പറയുന്നത് കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് എന്റെ കൈ തട്ടി ഇതാകുന്നുണ്ട്, അതുകൊണ്ടാണ് കൈ തട്ടി കട്ട് ചെയ്ത് പോകുന്നുണ്ട്, അതുകൊണ്ടാണ് സോറി. അപ്പോ ഇത് കണ്ടെത്തില്ല, നമ്മളിത് ഡയമണ്ട് ആർമർ ആയിട്ടുണ്ട് നമ്മള്. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ കാണാത്തവർക്ക് എങ്ങനെ ഇത് വന്നില്ലെങ്കിൽ പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് സോറി, ഞാൻ അടുത്ത വീഡിയോയിൽ ശരിയാക്കാം. പിന്നെന്ന് വെച്ചാൽ നമ്മള് കണ്ട കുറെ ലൂട്ട് നമുക്കുണ്ടായിരുന്നു, നമ്മളിതൊക്കെ സെറ്റാക്കി. ഇപ്പൊ നമ്മുടെ ബേസിന്റെ ഒരു ഔട്ടർ വരച്ചിടാൻ പോവാണ്. ഇവിടെ ബേസ് എന്ന് വരച്ചിട്ട് ടെറാഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ടെറാഫോം ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു നൈസ്. ബേസ് എന്ന് വെച്ചാ എൽ ഷേപ്പ് കൊടുത്തില്ല ബേസ് ആണ്. കാരണം എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഡയമണ്ട് പോയെന്നെടുത്തല്ലേ, ഡയമണ്ട് ശവലങ്ങെടുത്തങ്ങ് മുറിക്കാൻ പൊളി പൊളി തന്നെ ചെയ്ത് പോണം. ഇവിടെ നടക്കുന്നത് ചുമ്മാ ഇതിന്റെ ആവശ്യമില്ല. മഴ 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 അയ്യോ ഇത്രയും മതിയോടാ വീടിന്, ഇത്രയും വേണ്ട, ഇത്രയും കുറച്ചുകൂടായി സ്ഥലം കിടച്ചതല്ലേ. മുറിച്ചിട്ട് പറ്റിയതാണ് നമുക്ക്. അങ്ങനെ നമ്മുടെ ബേസിന്റെ റൈഡില് പണി ആരംഭിക്കാൻ ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളാണെങ്കിൽ ഇവിടെ എല്ലാ പണികളും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് റൈഡിൽ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ട് ഈ വീഡിയോ എഡിറ്ററിൽ. അതെന്താണ് നമ്മുടെ ഈ എന്തുവാ പറയുന്നത്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മണ്ടയ്ക്ക് ഇവിടെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോടും, അപ്പൊ അങ്ങനെ ആകുന്നതാന്ന് തോന്നുന്നത്. നിങ്ങളൊന്ന് ക്ഷമിക്കുക. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ സെറ്റ് ആകും കേട്ടോ. അത് അങ്ങനെ ഞാൻ ചെയ്യുന്നതാണെന്ന് തോന്നുന്നത്. ഇടയ്ക്കിടയ്ക്ക് തോടും, അതിന്റെ കുഴപ്പമാണ്. അതൊന്ന് ക്ഷമിക്കുക, നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ സെറ്റ് ആക്കാം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ സോറി പറയുന്നു കേട്ടോ. അങ്ങനെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് കട്ടായിപ്പോ, സംടൈംസ് അതിങ്ങനെ കട്ടാവും. Sometimes there will be cut video cutting. That's why sorry for that. Sorry guys, sorry. Everyone do one mistake, small. So sorry guys. സെറ്റാക്കുന്നു, നമുക്കിനി സമയം കിടക്കുമല്ലേ. നമ്മളത് ലാസ്റ്റ് എപ്പിസോഡിൽ ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേൾഡ് ഡൗൺലോഡ് നമുക്ക് സമയമുണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങ് ബേസ് ഉണ്ടാക്കിയല്ല, ആലോചിക്കുവാണ്. ഇപ്പൊ തന്നെ ബേസ് ഉണ്ടാക്കിയല്ല.
നമുക്ക് ഇല്ല, നമുക്ക് റീസോഴ്സസ് ഒന്നും ഇല്ല ബേസ് ഉണ്ടാക്കാൻ. അത് കുഴപ്പമാണ്, റീസോഴ്സസും ഇല്ല, ഒന്നുമില്ല. അപ്പോ സോ ഗൈസ്, അപ്പോൾ ഇത്ര ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇപ്പോൾ ബേസ് ഉണ്ടാകുന്ന, പക്ഷേ ഞാൻ റീസോഴ്സസ് ഒന്നും ഇല്ല, ഞാൻ ഗ്രൈൻഡ് ചെയ്യണം. അപ്പോൾ ഇത്ര വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇതിലും മികച്ചൊരു വീഡിയോ പിന്നെ പാരലൽ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ ഗൈസ്.